കുളത്തിൽ അമ്മയെയും രണ്ടു മക്കളെയും മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വീണാലുങ്ങൽ സ്വദേശി സൈനബ, മക്കളായ ആഷിഖ്, ഫാത്തിമ, ഫർസീല എന്നിവരാണ് മരണപ്പെട്ടത്. പറപ്പൂരിലെ കുളത്തിലാണ് അമ്മയും രണ്ടു മക്കളെയും മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. അപകടം അലക്കുവാനും കുളിക്കുവാനുമായി പോയപ്പോഴാണെന്ന് പറയുന്നുണ്ട്. ഒരാളെ രക്ഷിക്കുവാൻ ശ്രമിച്ചപ്പോൾ മറ്റു രണ്ടുപേരും അപകടത്തിൽ പെട്ടുപോവുകയായിരുന്നു. മൃതദേഹം ആദ്യം കണ്ടത് ഇതര സംസ്ഥാന തൊഴിലാളിയായിരുന്നു. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 2:15 വീടിന് സമീപത്തെ പാടത്തുള്ള കുളത്തിൽ വസ്ത്രം അലക്കുവാനും കുളിക്കുവാനുമായി പോയതായിരുന്നു ഇവർ എന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത്. എന്നാൽ അപകടത്തിൽപ്പെട്ട ഒരാളെ രക്ഷിക്കുവാൻ ശ്രമിച്ചപ്പോൾ മറ്റു രണ്ടുപേരും കൂടി മുങ്ങിപ്പോയതാകാമെന്ന് പ്രാഥമികമായ നിഗമനവുമുണ്ട്. വൈകിട്ട് 4:30 കുളത്തിന് സമീപത്തുകൂടി പോയ ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയാണ് ഫാത്തിമ ഫർസീലയെ കുളത്തിൽ മരിച്ച നിലയിൽ ആദ്യം കാണുന്നത്. ഇയാൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് കുളത്തിന് സമീപം 3 ജോഡി ചെരുപ്പും അലക്കുവാൻ കൊണ്ടുവന്ന വസ്ത്രങ്ങളും കണ്ടെത്തിയത്. ഈ സമയത്ത് ഇവിടെ എത്തിയ സൈനബയുടെ മറ്റൊരു മകനാണ് ഉമ്മയും ചേട്ടനും സഹോദരിക്കൊപ്പം ഉണ്ടായിരുന്നു എന്ന വിവരം നാട്ടുകാരോട് പറയുന്നത്. തുടർന്ന് കുളത്തിൽ നടത്തിയ തിരച്ചിലാണ് സൈനബയുടെയും മകൻ ആഷിഖിൻ്റെയും മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തിയത്. കണ്ണൂരിൽ നിന്നും പറപ്പൂരിലേക്ക് താമസം മാറിയവരാണ് സൈനബയും കുടുംബവും. ഇവിടെ പൗരസമിതി നൽകിയ വീട്ടിലാണ് ഇവർ താമസിച്ചു വന്നിരുന്നത്. ആഷിഖിനെയും ഫർസീലയെയും കൂടാതെ ഒരു മകനാണ് സൈനബയ്ക്കുള്ളത്. പറപ്പൂർ IUHSSലെ വിദ്യാർത്ഥിയാണ് മരിച്ച ഫാത്തിമ ഫർസീല. വേങ്ങര പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. തിങ്കളാഴ്ച പോസ്റ്റ്മോർട്ടത്തിന് പിന്നാലെ പൊതുദർശനം നടത്തി മൃതദേഹങ്ങൾ വീണാലുങ്ങൽ ഖബർസ്ഥാനിൽ ഖബറടക്കുമെന്ന് പൗരസമിതി പ്രവർത്തകർ പറഞ്ഞിട്ടുണ്ട്.